നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 391 391. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 18-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 14. ഋഷയോ ദുദുഹുർദേവീം ഇന്ദ്രിയേഷ്വതസത്തമ വത്സം ബൃഹസ്പതിം കൃത്വാ പയശ്ചന്ദോമയം ശുചീ. അതിൽ അല്ലയോ സജ്ജനമുഖ്യ, സജ്ജനങ്ങളിൽ മുഖ്യനായിട്ടുള്ളവനെ, ഋഷികൾ ബൃഹസ്പതിയെ കുട്ടിയാക്കി കൽപ്പിച്ചിട്ട് ഭൂമിയെ പരിശുദ്ധവും വേദാത്മകവുമായ പാലിനെ ഇന്ദ്രിയങ്ങളിൽ കറന്നുന. ഇന്ദ്രിയങ്ങളിൽ ദൈവികത ഉണ്ടാവണം, അല്ലാണ്ട് ഇന്ദ്രിയങ്ങൾ തുച്ഛമായ ദുഃഖത്തെ തരുന്ന സുഖത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാവരുത് എന്ന് പ്രത്യേകം പറയും. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ സജ്ജനശ്രേഷ്ഠനായ വിതുര. ഈ അല്ലയോ സജ്ജനമുഖ്യ എന്ന് പറഞ്ഞത് ആരേനെയാണ്? വിതുരരെ. ഹേ സജ്ജനശ്രേഷ്ഠനായ, സജ്ജനങ്ങളിൽ ശ്രേഷ്ഠനായ വിതുര, അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് സാരാംശത്തെ ഓരോരുത്തരും സ്വീകരിക്കുകയല്ലാതെ എല്ലാവരും എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന പതിവില്ലല്ലോ. അവരവരുടെ തോളിന് എത്ര ശക്തിയുണ്ട് അത്ര സ്ഥലേ നമുക്ക് തലയിൽ വയ്ക്കാൻ പറ്റുള്ളൂ. തോളാണല്ലോ തലേനെ സഹിക്കുന്നത്, അല്ലേ? അത് ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പോൾ മലയാളത്തിലൊരു പ്രോവർബ് പറയും, ആന മുക്കുന്നത് കണ്ടിട്ട് മുയൽ മുക്കിയ കുടൽ പുറത്തേക്ക് പോകും. അങ്ങനെ ആവാൻ പാടില്ല. മുയലിൻ്റെ ശരീരത്തിനനുസരിച്ചുള്ള മുക്കലെ മുക്കാൻ പാടുള്ളൂ. അപ്പോൾ പഠിച്ച് വിദ്വാനായവന് കിട്ടുന്ന ഔദാര്യത്തെ കണ്ടുകൊണ്ട് കുബുദ്ധികൾ അതേപോലെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ന്യായത്തെ അനുസരിച്ച് എല്ലാം ബേസ്ഡ് ഓൺ നീതി, ന്യായ. അപ്പോൾ ഋഷികൾ അവരിൽ മുഖ്യനും ദേവജ്ഞനുമായ ബൃഹസ്പതിയെ പശുക്കുട്ടിയാക്കി കൽപ്പിച്ചിട്ട് പരിശുദ്ധവും വേദസ്വരൂപവുമായ ക്ഷീരത്തെ അവരുടെ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളാവുന്ന പാത്രത്തിൽ നിന്നാണ്. ചെവി കൂടെ വേണം കേൾക്കാൻ, ചെവി തന്ന് കേൾക്കാന്ന് പറയും. അപ്പോൾ കുറച്ചൊരു ഭാവന ശുദ്ധി വേണം ഇമാതിരി കാര്യങ്ങൾക്ക്, ഭാവന വൈദഗ്ധ്യം വേണം. അടുത്തത് 15-ാമത്തെ ശ്ലോകം നോക്കുക. എന്താ? കൃത്വാ വത്സം സുരഗണ ഇന്ദ്രം സോമമധൂദുഹൻ ഹിരൺമയേന പാത്രേണ വീര്യമോജോ ബലം പയാം. ദേവസമൂഹങ്ങൾ ഇന്ദ്രനെ വത്സനാക്കിയിട്ട് സ്വർണപാത്രത്തിൽ മനഃശക്തിയെയും, മനസ്സിന് ശക്തി വേണം, മനസ്സ് തളരാൻ പാടില്ല, ഇന്ദ്രിയ ശക്തിയെയും ശരീരശക്തിയെയും ജനിപ്പിക്കുന്നതായ അമൃതമാകുന്ന ക്ഷീരത്തെ. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടെങ്കിലേ ശരീരത്തിനും മനസ്സിനൊക്കെ ബലം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ബി കോംപ്ലക്സ് ടാബ്ലറ്റ്സ് കുറിച്ച് തരുന്ന ഡോക്ടറെ നമസ്കരിച്ചിട്ട് യാതൊരു കാര്യമില്ല. പ്രദോഷം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, ദേവസമൂഹങ്ങളെ അവരുടെ അധിപനായ ഇന്ദ്രനെ കുട്ടിയാക്കി നിശ്ചയിച്ചിട്ട് സ്വർണപാത്രത്തിൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ദേഹത്തിനും സമുചിത ബലത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന അമൃതാത്മകമായ ക്ഷീരത്തെ
കറന്നെടുത്തു എന്നായി. ഓക്കെ. 16 ദൈത്യേയ. ഇപ്പം ദേവന്മാർ കഴിഞ്ഞു, ഇനി അസുരന്മാരുടെ കാര്യമാണ് പറയുന്നത്. ദൈത്യേയ ദാനവാവത്സം പ്രഹ്ലാദം അസുരർഷഭം വിധായാദുദുഹൻ ക്ഷീരം മയപാത്രേ സുരാസവം. ദിതിയുടെ സന്താനങ്ങളും ധനുവിൻ്റെ സന്താനങ്ങളും അസുരാധിപനായ പ്രഹ്ലാദനെ വത്സനാക്കിയിട്ട് ഇരുമ്പ് പാത്രത്തിൽ മര്യാദാത്മകമായ ക്ഷീരത്തെ കറന്നു. മദ്യാത്മകം കേട്ടോ. എനിക്ക് മര്യാദയോടെ താല്പര്യം, പക്ഷെ ഇവിടെ മര്യാദ എന്നല്ല, മദ്യാത്മകം എന്നാണ്. ആത്മാവിന് മദ്യം. അത് വിചാരിച്ചിട്ട് നമ്മളാ മദ്യം കഴിച്ചോളണം എന്നില്ല. അസുരന്മാർ കഴിച്ചോട്ടെ, രാക്ഷസന്മാരും കഴിച്ചോട്ടെ, മനുഷ്യർ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് പഠിച്ചിരുന്നാൽ നമ്മൾ കഴിക്കുമായിരിക്കില്ല ഇന്നത്തെ പൊതുജനങ്ങൾ, പക്ഷേ അവരെ പഠിപ്പിച്ചില്ല. അതാരോ ടോർപ്പിടെ വെച്ചു പാഠ്യ വിഷയങ്ങളെ. അത് കഴിഞ്ഞു 4. പിന്നെ അതിൻ്റെ ഭാവാർത്ഥം, ദിതിയുടെ പുത്രന്മാരായ ദൈത്യേയന്മാരും ധനുവിൻ്റെ പുത്രന്മാരായ ദാനവന്മാരും ഉൾപ്പെട്ടിരിക്കുന്ന അസുരന്മാരുടെ വംശത്തിൽ ജനിച്ചവരെല്ലാ പേരും അവരുടെ അധിപനായ പ്രഹ്ലാദനെ വത്സനാക്കിയിട്ട് ഇരുമ്പ് പാത്രത്തിൽ അവർക്ക് ആവശ്യമുള്ള മദ്യസ്വരൂപമായ ക്ഷീരത്തെ കറന്നെടുത്തു എന്ന് പറഞ്ഞു. 17 ഗന്ധർവ അപ്സരസോ അധൂക്ഷൻ പാത്രേ പത്മമയേ പയ വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധുസൗഭഗം. അതിൻ്റെ അർത്ഥം എന്താ? വാക്കാർത്ഥം എന്താ പറഞ്ഞത്? ഗന്ധർവന്മാരും അപ്സരസ്സുകളും വിശ്വാവസുവിനെ വത്സനാക്കിയിട്ട്, അതായത് ഗന്ധർവരും അപ്സരസ്സുമാരും വിശ്വാവസുവിനെ വത്സമാക്കിയിട്ട് താമരയാകുന്ന പാത്രത്തിൽ ഗന്ധർവന്മാർക്ക് ഉചിതമായിരിക്കുന്ന മധുവാകുന്ന ക്ഷീരത്തെ. അപ്പം രാക്ഷസന്മാരുടെ മധു വ്യത്യാസമുണ്ട്, ഗന്ധർവന്മാരുടെ മധു വ്യത്യാസമുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഒരു മിനിറ്റ്, ഞാനിവിടെ ഇത് നമ്പർ ചെയ്യുന്നുണ്ട് 4. ഇപ്പോൾ ഇത് 5ആയി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഗന്ധർവന്മാരും അപ്സരസ്സുകളും അവരുടെ സംഘാധ്യക്ഷനായ വിശ്വാവസുവിനെ കുട്ടിയാക്കി കൽപ്പിച്ചിട്ട് താമരപ്പൂവാകുന്ന പാത്രത്തിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന വാഗ്മാധുര്യത്തെ വാഗ്മാധുര്യം, അല്ലാണ്ട് മധു അല്ല. മധു ആ വാക്കിന് പല അർത്ഥം വരണ്ടേ. അപ്പോൾ മധുവാകുന്ന ക്ഷീരത്തെയും സൗഭാഗ്യത്തെയും വാഗ്മാധുര്യത്തെയും സൗന്ദര്യത്തെയും സാധിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ക്ഷീരത്തെ കറന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം 18 വത്സേന പിതരോ ആര്യംന കവ്യം ക്ഷീരമധുക്ഷത ആമപാത്രേ മഹാഭാഗ ശ്രദ്ധയാ ശ്രാദ്ധദേവതാഹ. മഹാഭാഗ്യവാന്മാരും ശ്രാദ്ധത്തിൽ ദേവതാസ്ഥാനത്തെ അറിയിക്കുന്നവരുമായ പിതൃക്കൾ ആര്യമാവാകുന്ന കുട്ടിയെക്കൊണ്ട് വേവിക്കാത്തതായ മൺപാത്രത്തിൽ, അതാണ് ആമകുംഭാഭം എന്ന് പറയും. പച്ചമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുടത്തിൽ വെള്ളം വെച്ചാൽ അത് മെല്ലെ മെല്ലെ കുടത്തിനെ ഡിസോർഡറിലാക്കും, വെള്ളം മുഴുവൻ പോവുകയും ചെയ്യും. ആമപാത്രം, വേവിക്കാത്ത ആമകുംഭാഭം, ആമകുംഭാഭം. അപ്പോൾ കവ്യസ്വരൂപമായ ക്ഷീരത്തെ വളരെ ശ്രദ്ധയോടുകൂടെ കറന്നു. അല്ലെങ്കിൽ എന്താ, പാത്രം കേടി വരും. അതന്നെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദേവന്മാരുടെ സംഘത്തിൽ പിതൃക്കളെക്കുറിച്ചാണ് അധികം ജനങ്ങൾ തർപ്പണം ചെയ്യുന്നത്. അതുകൊണ്ട് അവർ മഹാഭാഗ്യവാന്മാരാകുന്നു. കാരണം പിതൃക്കളെ എല്ലാവരും ശ്രാദ്ധം ചെയ്യും. ശ്രാദ്ധത്തിൽ ഭാഗം സ്വീകരിപ്പാൻ അധികാരികളായിരിക്കുന്നതിനാൽ അവരെ ശ്രാദ്ധ ദേവതകൾ എന്നും പറയും.
അപ്രകാരം ഇരിക്കുന്ന പിതൃദേവന്മാർ അവരുടെ അധിപനായ ആര്യമാവിനെ വത്സമാക്കിയിട്ട് അവരുടെ അന്നമായിരിക്കുന്ന കവ്യസ്വരൂപമായ ക്ഷീരത്തെ, കവ്യം അതായത് ഹവിസ് എന്ന് പറയുന്നത് ദേവന്മാർക്ക്, അതായത് പിതൃക്കൾക്ക് കവ്യം എന്നാ പറയാം. വേവിക്കാത്തതായ മൺപാത്രത്തിൽ ശ്രദ്ധയോടുകൂടെ കറന്നെടുത്തു എന്ന് പറഞ്ഞു. ഇനി 19ഉം 20ഉം ഒപ്പം പോകും. പ്രകൽപ്യവത്സം കപിലം സിദ്ധാസങ്കൽപ്പനാമയീം സിദ്ധിം നപസി വിദ്യാം ചയേ ച വിദ്യാധരാധയാം അന്യേ ച മായിനോ മായാം അന്തർധാനാത്ഭുതാത്മനാം മയം പ്രകൽപ്യവത്സം തേ ദുദുഹുർധാരണാമയും. എന്തൊക്കെയാ പറഞ്ഞത്? സിദ്ധന്മാരും വിദ്യാധരാദികളായിരിക്കുന്നവർ യാതൊരുത്തരോ അവരും കപിലനെ വത്സനാക്കിയിട്ട് സങ്കല്പസ്വരൂപമായിരിക്കുന്ന സിദ്ധിയെയും, ഈ സിദ്ധികളൊക്കെ എന്താ? സങ്കല്പ. വിദ്യയെയും ആകാശമാകുന്ന പാത്രത്തിൽ കറന്നു. എന്നിട്ടോ മായാവികളായിരിക്കുന്ന അന്യന്മാരും മയനെ വത്സനാക്കിയിട്ട് അന്തർധാനാത്ഭുതാത്മാനം, അന്തർധാനത്തിൽ അത്ഭുതങ്ങളായ ആത്മാവോട് കൂടിയവരെ സംബന്ധിച്ചിരിക്കുന്നതായ ധാരണാസ്വരൂപമായ മായയാകുന്ന വിദ്യയെ കറന്നു. ധാരണാസ്വരൂപം കേട്ട് പഠിക്കണം. അതാണ് ഗുരുനാഥൻ പറയും, ശ്രോതാക്കൾ കേട്ട് പഠിക്കണം. അതാണ് എൻ്റെ ഔചിത്യം. അപ്പോൾ അതിൻ്റെ രണ്ടും കൂടിയിട്ടുള്ള ഭാവാർത്ഥം ഇനി പറയുന്നത്, സിദ്ധന്മാരും വിദ്യാധരാദികളും അവരുടെ അധിപതിയായ കപിലനെ വത്സനാക്കിയിട്ട് സങ്കല്പമാത്രത്തിൽ സാധിക്കേണ്ടതായ അണിമാതി സിദ്ധികളെയും അന്തർധാന വിദ്യയെയും ക്ഷീരാത്മകമായിട്ട് ആകാശമാകുന്ന പാത്രത്തിൽ നിന്നാണ്. അതാണ് സങ്കല്പം എന്ന് പറഞ്ഞത്. ആകാശത്തിലൊരു പാത്രമാക്കുക എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ കറന്നു. അതുപോലെ തന്നെ മായാവികളായ മറ്റുള്ളവരും അവരുടെ അധിപനായ മയനെ കുട്ടിയാക്കിയിട്ട് വിചാരമാത്രത്തിൽ കാണാതെയാകുന്ന അന്തർധാനത്തെ സാധിപ്പാൻ ഉപകരിക്കുന്ന ധാരണാത്മകമായ വിദ്യയെ സാധിപ്പിക്കുന്നതായ ക്ഷീരത്തെ ആകാശപാത്രത്തിൽ കറന്നെടുത്തു എന്ന് പറഞ്ഞു. 21. യക്ഷരക്ഷാംസി ഭൂതാനി പിശാചാപിശിദാശനാഹ ഭൂദേശവത്സാദുദുഹു കപാലേ ക്ഷതജാസവം. അവിടെ അധികം പറയാനില്ല. രുദ്രനാകുന്ന വത്സനോട് കൂടിയവൻ രക്തമാകുന്ന മദ്യത്തെ തലയോട്ടിയിൽ സ്വീകരിച്ചു. തലയോട്ടിയിൽ രക്തം. അതാണ് ഈ പാഷണ്ഡന്മാർ. ഭംഭം ഭോലോ, അത് ഭക്തിയല്ല, പ്രാകൃത ഭക്തിയാണ്. അപ്പോൾ യക്ഷന്മാർ, രക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ, മാംസം തിന്നുന്ന മറ്റുള്ളവർ ഇവരെല്ലാവരും രുദ്രനെ വത്സനാക്കിയിട്ട് മനുഷ്യരുടെ തലയോടാകുന്ന പാത്രത്തിൽ രക്തമാകുന്ന മദ്യത്തെ കറന്നെടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി 22. തഥാഹയോ ദന്തശൂകാ സർപ്പാനാകാശതക്ഷകം വിധായ വത്സം ദുദുഹുർബിലപത്രേ വിഷം പയാ. ഈ നാഗങ്ങളുടെയും സർപ്പങ്ങളുടെയും അധിപൻ ആരാ? പരമശിവനാണ്. അപ്പോൾ പരമശിവൻ്റെ ഹാരം ആണ് ബില്ലം. അതായത് ബില്ലം എന്നറിയപ്പെടുന്ന കൂവളത്തിൻ്റെ ഇല. അതിനെ പാത്രമാക്കിയിട്ട് കറന്നു നാം പറഞ്ഞു. ശ്രദ്ധിക്കാം. അപ്പോൾ പടമില്ലാത്ത പാമ്പുകൾ, പാമ്പ് എന്ന് പറഞ്ഞാൽ പടമില്ലാത്തവ, തേൾ മുതലായവ, പടമുള്ള പാമ്പുകൾ, കദ്രുവിൻ്റെ മക്കളായ സർപ്പങ്ങൾ, തക്ഷകനെ വത്സനാക്കിയിട്ട് ബിലമാകുന്ന പാത്രത്തിൽ
ബിലം, സോറി, ബില്ലെന്ന് ഞാൻ തെറ്റി പറഞ്ഞു. ബിലം എന്ന് പറഞ്ഞാൽ മാളം എന്നർത്ഥം. ഓഹോ, മാളത്തിലാണല്ലോ വിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചു കൊടുത്തു. ബില്ലു അല്ല, ഇവിടെ ബിലമാണ്. വിഷമാകുന്ന പാലിനെ കറന്നു എന്നാണ്. അപ്പം ഈ ചോര എന്താണ്? വിഷമാണ്. ചോര കുടിക്കാൻ പാടില്ല എന്നർത്ഥം. ചോര കുടിക്കുന്നത് കൊതു, അതേപോലെ ക്ഷുദ്രജീവികളാണെന്നാണ് പറയാം. അപ്പോൾ ഇത് 9, ഇത് 10 ആയപ്പോഴേക്കും. അതെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം: പാമ്പ് വർഗങ്ങളൊക്കെയും തേൾ മുതലായ വിഷജന്തുക്കളും അവരുടെ അധിപനായ തക്ഷകനെ വത്സനാക്കിയിട്ട് മാളമാകുന്ന പാത്രത്തിൽ വിഷാത്മകമായ ക്ഷീരത്തെ കറന്നു. വിഷാത്മകം. ഇനി 23ഉം 24ഉം ഒപ്പം പോവും. അതെങ്ങനെ? പശവോയവസം ക്ഷീരം വത്സം കൃത്വാ ജഗോവൃഷം അരണ്യപാത്രേ ച അതുക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷിണ ക്രവ്യാദാ പ്രാണിന ക്രവ്യം ദുദുഹു സ്വേ കളേവരേ സുവർണവത്സാ വിഹഗാം ശരം ചചാരമേവ ചാം. പശുക്കൾ നന്ദീശ്വരനെ വത്സനാക്കിയിട്ട് കാടാകുന്ന പാത്രത്തിൽ പുല്ലാകുന്ന ക്ഷീരത്തെ കറന്നു. മാംസം തിന്നുന്ന ദ്രംശകളുള്ള പ്രാണികൾ സിംഹമാകുന്ന വത്സനോടുകൂടെ അവയുടെ ശരീരമാകുന്ന പാത്രത്തിൽ മാംസത്തെ കറന്നു. അപ്പോൾ ഇവിടെ എത്രയായി? 10, 11 ആയി, 12 ആയി. കറന്നു. സുവർണ വത്സ, ഗരുഡനാകുന്ന വത്സനോട് കൂടിയ പക്ഷികൾ പ്രാണിവർഗം ഫലമർഗമാകുന്ന ക്ഷീരത്തെ കറന്നു എന്നാണ്. അപ്പം 13 ആയി. ഇനി അതിൻ്റെ ഒക്കെപ്പാട് കൂടിയിട്ടൊരു എന്താണെന്ന് പറയുക ഭാവാർത്ഥം: ഗോക്കൾ, അശ്വങ്ങൾ മുതലായ നാൽക്കാലികൾ നന്ദീശ്വരനെ വത്സനാക്കിയിട്ട് കാടാകുന്ന പാത്രത്തിൽ തൃണാത്മകമായ ക്ഷീരത്തെ കറന്നു. തൃണാത്മകം. മാംസം തിന്നുപജീവിക്കുന്ന ദംശകളുള്ള പ്രാണികൾ വ്യാഘ്രാദികളെ സിംഹത്തെ വത്സനാക്കിയിട്ട് അവയുടെ ശരീരമാകുന്ന പാത്രത്തിൽ മാംസമായ ക്ഷീരത്തെയും പക്ഷിവർഗങ്ങൾ ഗരുഡനെ വത്സനാക്കിയിട്ട് കീടാദികളായ ചരത്തെയും ഫലാദികളാകുന്ന അചരത്തെയും ക്ഷീരമാക്കിയിട്ട് സ്വീകരിച്ചു എന്നാണ്. പറഞ്ഞോശയില്ലേ? ഇനി 25. വടവത്സാവനസ്പതയ പൃഥഗ്രസമയം പയ ഗിരയോ ഹിമവദ്വത്സാ നാനാധാതൂൻ സാനുഷു. വൃക്ഷങ്ങൾ വടമാകുന്ന വത്സനോടുകൂടെ ആയിട്ട് 14-ാമതായിട്ടോ അത് രസരൂപമായ പാൽ കറന്നു. പർവ്വതങ്ങൾ ഹിമവാനാകുന്ന വത്സനോട് കൂടിയവനായിട്ട് അവരുടെ പ്രാന്തപ്രദേശങ്ങളിൽ പലമാതിരി ധാതുക്കളെ കറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 15 ആയി. ഇനി ഇത് രണ്ടരും കൂടിയിട്ട് അർത്ഥം പറയുന്നുണ്ട്. പുഷ്പം കൂടാതെ തന്നെ ഫലിക്കുന്ന വൃക്ഷങ്ങൾ പുഷ്പം ഉണ്ടാവേണ്ട വൃക്ഷമായിട്ട് മാറും. ആൽവൃക്ഷത്തെ വത്സനാക്കിയിട്ട് രസമയമായ ക്ഷീരത്തെ അവയുടെ ശരീരമാകുന്ന പാത്രത്തിൽ കറന്നു. പർവ്വതങ്ങൾ ഹിമവാനെ വത്സനാക്കിയിട്ട് അവയുടെ പ്രാന്തപ്രദേശങ്ങളാകുന്ന പാത്രത്തിൽ പല വിധങ്ങളായിരിക്കുന്ന ഗൈരികാദി ധാതുക്കളെ എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി ഒക്കെ കുഴിച്ചെടുക്കുകയാണല്ലോ ചെയ്യണത്. അതൊക്കെ പർവ്വതങ്ങളുടെ ഉള്ളിലാണ്, അന്തർഭാഗത്താണ്. അപ്പോൾ ഗൈരികാദിക ധാതുക്കളെ കറന്നു എന്ന് പറഞ്ഞു. ഇനി 26-ാമത്തെ ശ്ലോകം: സർവേ സ്വമുഖ്യവത്സേന സ്വേസേ പാത്രേ പൃഥക് പയ സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു പൃഥുഭാവിധാം. എല്ലാവരും അവരുടെ സംഘത്തിൽ മുഖ്യനാകുന്ന വത്സനോടു കൂടിയ
അവരവരുടെ പാത്രത്തിൽ വെവ്വേറെ ക്ഷീരത്തെ പൃഥുവിനാൽ വശീകരിക്കപ്പെട്ടതും സർവാഭീഷ്ടത്തെ സാധിപ്പിക്കുന്നതും ആയ ഭൂമിയെ കറന്നു. എന്തൊക്കെ വേണോ ചോദിച്ചതൊക്കെ തരും ഭൂമി. അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, മുകളിൽ പറഞ്ഞവരും പറയാതെ വിട്ടവരും എല്ലാവരും അവരവരുടെ സംഘാധിപനെ വത്സനാക്കിയിട്ട് അവരവരുടെ പ്രത്യേക പാത്രങ്ങളിൽ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന ക്ഷീരത്തെ പൃഥുവിനാൽ സ്വാധീനപ്പെടുത്തപ്പെട്ടും സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുവാനുള്ള മഹിമയോടുകൂടിയും ഇരിക്കുന്ന ഭൂമിയാകുന്ന ഗോവിൽ നിന്ന് കറന്നെടുത്തു എന്നാണ് പറഞ്ഞത്. 27 ഏവം പൃഥ്വാദയ പൃഥ്വീം അന്നദാ സ്വന്നം ആത്മന ദോഹവത്സാധിഭേദേന ക്ഷീരഭേദം ഗുരുദ്വഹാം. ഹേ കുരുശ്രേഷ്ഠ, ഇപ്രകാരം പൃഥു മുതലായ അന്നം ഭക്ഷിക്കുന്നവർ ആത്മാവിന് ഇഷ്ടമായ അന്നരൂപമായ ക്ഷീരഭേദത്തെ വത്സാദിഭേദേന വത്സൻ എന്നിവയുടെ ഭേദം നിമിത്തം ഭൂമിയെ കറന്നു. അപ്പോൾ ഇവിടെ മനുഷ്യന്മാർക്ക് മാംസം കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നെല്ലും ഗോതമ്പും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാതെ കണ്ട് ആരോ എന്തൊക്കെയോ ചെയ്യണമെന്ന് പണ്ട് നമ്മളത് ഭാരതവാസികൾ സനാതനധർമ്മത്തിൽ വിശ്വസിക്കേണ്ടവർ മത്സ്യമാംസ മധുപാനം ചെയ്യാന്ന് പറഞ്ഞാൽ ഘോരമായ പാപമാണ്. പറയാണ്ടിരിക്കാൻ വയ്യ. പഠിപ്പിക്കാൻ ആളില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സ്വയം പഠിച്ചുകൂടെ? 6, 8, 10, 12 വയസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ദുര്യോഗങ്ങൾ വരുമോ? ആലോചിച്ച് നോക്കൂ. ഈ പ്രകരണത്തെ ഉപസംഹരിപ്പിക്കണം, ഈ ദോഹനം എന്നുള്ളത്. ഹേ കുരുശ്രേഷ്ഠ, അധികാരി ഭേദം അനുസരിച്ച് പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നത് പോലെ. അപ്പം മോക്ഷം പ്രാപിക്കണവർക്ക് മത്സ്യമാംസം കഴിച്ചെങ്ങനെ മോക്ഷം കിട്ടുക? മനസ്സെങ്ങനെ ശരിയാവുക? കഴിക്കുന്ന അന്നത്തിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സായിട്ട് മാറുക. അപ്പോൾ കറക്കുന്നവരെ, കുടിക്കുന്ന കുട്ടി, കറന്നെടുക്കുന്ന പാത്രം എന്നിവയുടെ ഭേദം നിമിത്തം പൃഥു മുതലായവരെല്ലാം അവരവർക്ക് ഇഷ്ടമായിരിക്കുന്ന അന്നസ്വരൂപത്തെ, ക്ഷീരത്തെ ഗോരൂപമായിരിക്കുന്ന ഭൂമിദേവിയിൽ നിന്നെടുത്തു. 28ാമത്തെ ശ്ലോകം. തതോ മഹീപതി പ്രീത സർവകാമദുഃഖാം പൃഥു ദുഹിതൃത്വേ ചകാരേ മാം പ്രേംണ. ദുഹിതൃവത്സല, പ്രേമാണ്. അനന്തരം രാജാവായ പൃഥു സന്തുഷ്ടനായിട്ട്, ഭൂമിദേവിയോട് സന്തുഷ്ടനായിട്ട് പ്രേമം നിമിത്തം എല്ലാവരുടെയും കാമത്തെ അവിടെ കാമം എന്ന് പറഞ്ഞാൽ എന്താ? വിശുപ്പ് എന്നർത്ഥം. കാമത്തെ സാധിപ്പിക്കുന്ന അവളെ പുത്രി പ്രേമയുക്തനായിട്ട്, അവിടെ ഭാര്യയായിട്ടില്ല, പുത്രി പ്രേമയുക്തയായിട്ട് പുത്രി സ്ഥാനത്തിൽ വെച്ചു. അത് വലിയൊരു അവസരമല്ലേ? അപ്പോൾ പറഞ്ഞു, അപ്പോൾ പുത്രിമാരോട് നമ്മൾക്ക് എത്രത്തോളം സ്നേഹം വേണം? അവരുടെ എല്ലാ ഇംഗിതങ്ങളും നിറവേറ്റി അവരെ എല്ലാറ്റിൽ നിന്നും സംരക്ഷിക്കേണ്ട കടമ ആർക്കാ? പുരുഷന്മാർക്ക്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്. അതിനുശേഷം ഭൂമിയെ പാലിപ്പാനായി അവതരിച്ചിരിക്കുന്ന പൃഥു സർവപ്രജകളുടെയും കാമസമ്പൂർത്തി വരുത്തിയ പൃഥിവിയെക്കുറിച്ച് പരമസന്തുഷ്ടനായി ഭവിച്ചു. തനിക്കൊരു പുത്രിയില്ലാത്തത് കൊണ്ട് പൃഥിവിയെ പുത്രിയുടെ സ്ഥാനത്തിൽ വെച്ചു. സ്വപുത്രിയെ സ്നേഹിക്കുന്നത് പോലെ ഭൂമിയെ സ്നേഹത്തോടുകൂടെ പരിപാലിച്ചുവെന്ന് സാരം. പൃഥുപുത്രി എന്ന നാമം ഭൂമിക്കുണ്ടായി. അപ്പോൾ രാജാക്കന്മാർക്ക്, മനുഷ്യന്മാർക്കൊക്കെ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഭാഗവതം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ നശിപ്പിച്ചാൽ ഈശ്വരൻ വാളെടുത്ത് നമ്മളെ ശിക്ഷിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. 29ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ചൂർണയൻ സ്വധനുഷ്കോട്യ ഗിരികൂടാനിരാജരാട് ഭൂമണ്ഡലം ഇതം വൈന്യ പ്രായചക്രേ സമം വിഭു. ഇതാണ് ശ്ലോകം. രാജാക്കന്മാർക്കും രാജാവായും
വിഷ്ണുവിൻ്റെ അംശമായുമായിരിക്കുന്ന പൃഥു ഈ ഭൂമണ്ഡലത്തെ സ്വധനുസ്സിൻ്റെ അഗ്രത്താൽ പർവ്വത ശിഖരങ്ങളെ ചൂർണമാക്കുന്നവനായിട്ട് പൊടിപടലമാക്കിക്കൊണ്ട് പ്രായേണ സമമാക്കി. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. രാജാതിരാജനും വിഷ്ണു അവതാരഭൂതനുമായ പൃഥു തൻ്റെ വില്ലിൻ്റെ അഗ്രഭാഗത്താൽ പർവ്വത ശിഖരങ്ങൾ മുതലായ ഉന്നത ഭാഗങ്ങളെ പൊടിയാക്കിയിട്ട് താണഭാഗങ്ങളിലിട്ട് മിക്കതും സമനിരപ്പാക്കി. താണും ഉയർന്നുമുള്ള ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ ഉള്ളത് കൊണ്ട് മിക്കതും എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു ഭംഗി, വളരെ ഒന്നും നുണ പറയില്ലല്ലോ, ലവലേശം നുണ പറയില്ല. അങ്ങനെ ഇനി 30ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. അല്ല 30 ആകെ 32 ഉള്ളൂ. എന്നാൽ വേണ്ട, ഇവിടെ തന്നെ നിർത്താം. അതാണ് നല്ലത്. കാരണം എന്തിനാണ് വെറുതെ സ്ട്രെസ് എടുക്കുന്നത്? സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എടുക്കാൻ പാടില്ല എന്നാ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.